ഒരിക്കൽ IV ശശി പറഞ്ഞു, ചില പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലാൽ മനസ്സറിഞ്ഞ് അഭിനയിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. ആർക്കോ വേണ്ടി ചെയ്യും പോലെ ഉദാസീനമായ പ്രകടനം. പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ അതിശയിക്കും. എന്താണോ ആ കഥാപാത്രത്തിന് വേണ്ടത് അതാണ് ലാൽ നൽകിയത്. അഭിനയിക്കുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ സമർത്ഥമായി ബിഹേവ് ചെയ്യുന്നതാണ് മികച്ച അഭിനയം എന്ന വിലപ്പെട്ട പാഠം നമുക്ക് നൽകുന്നു മോഹൻലാൽ. മോഹൻലാൽ എന്താണെന്ന് ഈ വാക്കുകളിലുണ്ട്. അഭിനയ കളരികളിൽ ഒന്നും പോയിട്ടല്ല ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്. നാടക പശ്ചാത്തലവുമില്ല. കഥാപാത്രങ്ങളുടെ ആത്മാവ് സ്വന്തമാക്കിയാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിറഞ്ഞത്. ആ വിസ്മയത്തിന് കിട്ടിയ അംഗീകാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞു, അഭിനയത്തിൽ എനിക്ക് ഗുരുക്കന്മാരില്ല. അഭിനയിക്കാൻ കഴിയില്ലെന്ന് കരുതിയ പല കഥാപാത്രങ്ങളെയും അഭിനയിച്ചു ഫലിപ്പിക്കാൻ കഴിഞ്ഞത് ഗുരുക്കന്മാരുടെ അദൃശ്യ അനുഗ്രഹം കൊണ്ടാണ്. അതിലെടുത്തു പറയേണ്ടത് വാനപ്രസ്ഥത്തിലെ വേഷമാണ്. വർഷങ്ങളെടുത്തു പഠിക്കേണ്ട കഥകളി പഠിച്ചിട്ടില്ല. മുഖത്ത് ചായം തേക്കുമ്പോൾ അറിയപ്പെടുന്ന കഥകളി ആചാര്യന്മാരെ മനസ്സുകൊണ്ട് വന്ദിച്ചു. കമലതലത്തിൽ ലാൽ നൃത്തം ചെയ്യുമ്പോഴുള്ള ആ മെയ്വഴക്കവും മുദ്രകൾ കാട്ടുമ്പോഴുള്ള വിരലുകളുടെ ചലനവും കണ്ട് വിഖ്യാത നർത്തകിയായ വാണി ഗണപതി ചോദിച്ചു, നൃത്തം പഠിക്കാത്ത ലാൽ ഇതെങ്ങനെ ചെയ്യുന്നു? എനിക്കറിയില്ല. ആരോ എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തു പറഞ്ഞാലും മാസ്. നരസിംഹത്തിൽ മീശ ചുരുട്ടി വാ കസ്തേ എന്ന് മോഹൻലാൽ പറയുമ്പോൾ അതിനൊരു മാസ് പവർ വരും. ഷൂട്ടിംഗ് കാണാൻ വന്ന ആരാധകനാണ് ഇങ്ങനെയൊരു ഡയലോഗ് മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചാൽ നന്നാകുമെന്ന് സംവിധായകൻ ഷാജി കൈലാസിനോട് പറഞ്ഞത്. ഒരർത്ഥവുമില്ലാത്ത വാക്ക് മോഹൻലാൽ പറഞ്ഞപ്പോൾ മാസായത് ചരിത്രം. നീ പോ മോനെ ദിനേശ, സവാരി ഗിരിഗിരിഗിരി തുടങ്ങിയ ഡയലോഗുകളൊക്കെ ഇപ്പോഴും കുട്ടികൾ തോളു ചരിച്ചു പറയും. സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ രാജാവിന്റെ മകനിൽ ലാൽ അവതരിപ്പിച്ച വിൻസെന്റ് ഗോമസിന്റെ ഡയലോഗ് മൈ ഫോൺ നമ്പർ ഈസ് 2255. ഈ ഫാൻസി നമ്പറിനു വേണ്ടി പിന്നെ മത്സരമായിരുന്നു. മറ്റു ചില മാസ് ഡയലോഗ്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. 20-ാം നൂറ്റാണ്ട്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യൂന്ന്. വന്ദനം. എടാ വിജയ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? നാടോടിക്കാറ്റ്. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ചിത്രം. സാഗർ എന്ന മിത്രത്തെ മാത്രമേ നിനക്കറിയൂ. ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. സാഗർ ഏലിയാസ് ജാക്കി. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചേക്കും, ഒരു ഭ്രാന്തനെ പോലെ. മണിച്ചിത്രത്താഴ്. മോഹൻലാൽ നടനായി ജനിച്ച് നടനായി വളർന്ന് കേരളം കൊണ്ട എക്കാലത്തെയും വലിയ നടനായി പരിണമിക്കുകയായിരുന്നു. മോഹൻലാലിന് അഭിനയമെന്നത് നൈസർഗികമായ സിദ്ധിയാണ്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരത്തിലൂടെ മോഹൻലാൽ മലയാള സിനിമയെ വാനോളം ഉയർത്തുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന് ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുമ്പോൾ മലയാള സിനിമ ആദരിക്കപ്പെടുന്നു. നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തിന് ലഭിച്ച അംഗീകാരമായി മലയാളികൾ ഈ പുരസ്കാരത്തെ കാണുന്നു. അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന നടനാണ് മോഹൻലാൽ. നടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് പ്രേക്ഷക മനസ്സിലേക്ക് കയറിപ്പറ്റുന്നതെന്ന് പറയാമെങ്കിലും ആത്മാവ് കണ്ടറിഞ്ഞുള്ള അഭിനയത്തിലൂടെ മോഹൻലാൽ സൃഷ്ടിച്ച വൈകാരിക മുഹൂർത്തങ്ങൾ വീണ്ടും വീണ്ടും ആ കഥാപാത്രങ്ങളെ ഓർത്തെടുക്കാൻ ആസ്വാദകരെ പ്രേരിപ്പിക്കുന്നവയാണ്. ഏതൊരു കഥാപാത്രമായാലും അതിലേക്കുള്ള ലാലിൻ്റെ ഭാവപകർച്ച സൂക്ഷ്മവും ഉദാത്തവുമായ അഭിനയശൈലിയുടെ ലോകമാതൃകയായി മാറുന്നു. അസാധാരണവും അനുഗ്രഹീതവും അനായാസവുമായ ഈ പകർന്നാട്ടങ്ങൾ കഠിനമായ പരിശ്രമവും നിരീക്ഷണവും വേണ്ടതാണെങ്കിലും ദൈവികമായ ഒരു സിദ്ധി പോലെ മോഹൻലാൽ എന്ന നടനിലേക്ക് സന്നിവേശിക്കുകയാണ്. അപൂർവ പ്രതിഭകളിലെ ഈ നടന വൈഭവം പ്രകടമാവുകയുള്ളൂ. 1978 തൻ്റെ 18ാമത്തെ വയസ്സിൽ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്രകലയിലേക്ക് ലാൽ കാൽവയ്പ് നടത്തിയതെങ്കിലും 1980 ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നരേന്ദ്രൻ ആയിരുന്നു ലാലിൻ്റെ ആദ്യത്തെ കഥാപാത്രം. 4.5 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നിത്യവിസ്മയം പോലെ ലാൽ നമ്മോടൊപ്പമുണ്ട്. പൊതുവെ പ്രേക്ഷകർ വെറുക്കുന്ന വില്ലനായി കടന്നു വരികയും നായകനായി മാറുകയും ചെയ്യുന്ന നടന്മാരിൽ വിരളമാണ്. ലാൽ അതിനൊരു അപവാദമാണ്. ഒരുപോലെ നടനും താരവുമായി കീർത്തി കൈവരിക്കാനും മോഹൻലാലിൻ്റെ കഴിഞ്ഞു. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന കലായാത്രയാണ് മോഹൻലാലിൻ്റെ ജീവിതം. ഏത് വേഷമായാലും അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ചിന്തയ്ക്കപ്പുറത്തേക്ക് സഞ്ചരിക്കും. ആദ്യമായി ലാലിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത TP ബാലഗോപാലൻ MA. അതിൽ തൊഴിലില്ലായ്മയുടെ നിസ്സഹായതയിൽ വീർപ്പുമുട്ടുന്ന ബാലഗോപാലൻ്റെ സങ്കടം പ്രേക്ഷകർ സ്വന്തം ദുഃഖമായി തിരിച്ചറിഞ്ഞത് ഈ അഭിനയ മികവിൻ്റെ തെളിവാണ്. കിരീടത്തിലെ സേതുമാധവൻ ദേശീയ ജൂറിയുടെ പ്രത്യേക പുരസ്കാരത്തിന് ലാലിനെ അർഹനാക്കി. തെരുവിൽ ജീവിത സ്വപ്നങ്ങളും മോഹങ്ങളും തകർന്നടിയുന്നതും കാമുകിയെ നഷ്ടപ്പെടുന്നതും നെടുവീർപ്പോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന സേതുമാധവൻ്റെ മുഖത്തെ ശൂന്യത പ്രേക്ഷകർ ഒരിക്കലും മറക്കുമെന്ന് തോന്നില്ല. ലാലിനെ താരമായി ഉയർത്തിയ രാജാവിൻ്റെ മകനിലെ വിൻസെന്റ് ഗോമസ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഭരതം, വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളായ ഗോപിയും കുഞ്ഞിക്കുട്ടനും, സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ഗോപാലകൃഷ്ണ പണിക്കർ, പവിത്രത്തിലെ ചേട്ടച്ചൻ, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, തൂവാനത്തുമ്പികളിലെ
ജയകൃഷ്ണൻ, ചിത്രത്തിലെ വിഷ്ണു, കമലദളത്തിലെ നന്ദഗോപാൽ, ലാൽ സലാമിലെ നെട്ടൂരാൻ, ഇരുവർ എന്ന തമിഴ് ചിത്രത്തിലെ എംജിആറിനെ അനുസ്മരിപ്പിക്കുന്ന ആനന്ദൻ, കിലുക്കത്തിലെ ജോജി, സതയത്തിലെ സത്യനാഥൻ, മണിച്ചിത്രത്താഴിലെ സണ്ണി, സ്ഫടികത്തിലെ ആടുതോമ, തന്മാത്രയിലെ രമേശൻ, ഹിന്ദി ചിത്രമായ കമ്പനിയിലെ ശ്രീനിവാസൻ എന്ന പോലീസ് ഓഫീസർ, ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി, എമ്പുരാനിലെ അബ്രാം ഖുറേഷി, ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് ബാലകൃഷ്ണൻ വരെ മോഹൻലാലിന്റെ അവിസ്മരണീയമായ എത്രയെത്ര കഥാപാത്രങ്ങളെ വേണമെങ്കിലും ചൂണ്ടിക്കാട്ടാനാകും. സഹോദരനായും കൂട്ടുകാരനായും കാമുകനായും ഭർത്താവായും അച്ഛനായും മലയാള ജീവിതത്തിന്റെ മുഖമായി മോഹൻലാൽ മാറുന്നു. ഓരോ മലയാളിയും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ലാലിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു. കർണഭാരം, ഛായാമുഖി എന്നീ നാടകങ്ങളിലൂടെ മോഹൻലാൽ സിനിമയ്ക്കൊപ്പം നാടകപ്രേമികളുടെയും തിയേറ്റർ പ്രതിഭകളുടെയും ഹൃദയങ്ങൾ കവർന്നതും ഞാൻ കണ്ടു. രാജ്യം പത്മഭൂഷൺ നൽകി ഈ പ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. സംവിധായകനായി ബറോസിലൂടെയും രംഗപ്രവേശം ചെയ്തു. നടന്മാരിൽ ഏറെപ്പേരും അഭിനയത്തെ ഒരു ജീവിതോപാധിയായി തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അവരിൽ പലരും ശ്രദ്ധേയരായി തീരുന്നത്. അവരിൽ വളരെ കുറച്ചുപേർ മാത്രം മികച്ച നടന്മാരായി അംഗീകരിക്കപ്പെടും. ഏറെ പേരും സാധാരണ നടന്മാരായി കാലം കഴിച്ചു കൂട്ടുന്നു. മോഹൻലാൽ നടനായി ജനിച്ച് നടനായി വളർന്ന് കേരളം കണ്ട എക്കാലത്തെയും വലിയ നടനായി പരിണമിക്കുകയായിരുന്നു. മോഹൻലാലിന് അഭിനയമെന്നത് നൈസർഗികമായ സിദ്ധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ ശിവാജി ഗണേശന്റെ പിൻതലമുറയിലെ ദൃഢതയാർന്ന തിളക്കമാർന്ന കണ്ണിയാണ് മോഹൻലാൽ. മലയാളത്തിന്റെ ലോകോത്തര നടൻ. നാട്യശാസ്ത്രകാരനായ ഭരതമുനി അഭിനയത്തെ ആംഗികം, വാചികം, ആഹാര്യം, സ്വാത്വികം എന്നിങ്ങനെ 4ആയി തരംതിരിക്കുന്നു. ആംഗികം ശരീരഭാഷയും, വാചികം സംഭാഷണവും, ആഹാര്യം വേഷവിധാനവുമാണ്. ഈ 3 ഘടകങ്ങളിൽ പൂർണ്ണത കൈവരിക്കുമ്പോൾ തന്നെ ഒരു നടന് മികവുറ്റ അഭിനയം കാഴ്ചവെക്കാൻ കഴിയും. എന്നാൽ ഭരതമുനി പറയുന്ന 4ാമത്തെ ഘടകമായ സാത്വികത്തിലും കൂടി ആഴ്ന്നിറങ്ങുന്നവൻ അതുല്യ നടനായിത്തീരുന്നു. തന്മയീഭാവമാണ് സാത്വികം. അഭിനയത്തിന്റെ എല്ലാ അംശങ്ങളെയും തന്മയീഭവിക്കുക, കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ആ കഥാപാത്രമായി ജീവിക്കുന്നതാണ് സ്വാത്വികം. ഇതൊരുതരം പരകായ പ്രവേശമാണ്. മോഹൻലാൽ ആംഗികത്തിലും വാചികത്തിലും ആഹാരത്തിലും മാത്രമല്ല സ്വാത്വികത്തിലും പൂർണ്ണത നേടിയ നടനാണ്. മോഹൻലാൽ ഒരിക്കൽ പോലും അഭിനയത്തിന്റെ സ്ഥൂലതകളിൽ വ്യാപരിച്ചിട്ടില്ല. അഭിനയത്തിന്റെ സൂക്ഷ്മ പ്രപഞ്ചങ്ങളിലൂടെയാണ് ഈ മഹാനടന്റെ പ്രയാണം. അഭിനയിക്കുമ്പോൾ മോഹൻലാൽ കഥാപാത്രമായി മാറുന്നു. ഈ സിദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ഒരിക്കൽ മോഹൻലാലിനോട് ചോദിച്ചു. മുകളിലേക്ക് കൈ ഉയർത്തി അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ അനുഗ്രഹമാണെന്ന്. അതെ, മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ദൈവികമായ ഒരു അനുഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു. ദൈവം എന്ന മഹാനടൻ മോഹൻലാലിലേക്ക് പകർന്നാടുന്നു. ദാദാസാഹിബ് ഫാൽക്കെ വിശിഷ്ട പുരസ്കാരം നേടുന്ന ആദ്യ മലയാള നടനായി മോഹൻലാൽ വീണ്ടും ചരിത്രം സൃഷ്ടിക്കുന്നു. മോഹൻലാലിന് ലഭിച്ച ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൽ സന്തോഷം പങ്കുവെച്ച കേന്ദ്രമന്ത്രി നടനുമായ സുരേഷ് ഗോപി, രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണ്ണിലേക്ക് വീണ്ടും എത്തിച്ച പ്രിയ സുഹൃത്ത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആശംസകൾ സുരേഷ് ഗോപി കുറിച്ചു. ഓരോ മലയാളിക്കുമുള്ള അംഗീകാരം വി ഡി സതീശൻ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുമ്പോൾ ഓരോ മലയാളിക്കുമുള്ള അംഗീകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വാഭാവികവും സവിശേഷവുമായ അഭിനയ ശൈലി കൊണ്ട് 4.5 പതിറ്റാണ്ടുകാലം മലയാളികളെയും ലോകത്തെയും തന്നെ വിസ്മയിപ്പിച്ച നടൻ, പ്രായ ദേശഭേദമന്യേ എല്ലാവരെയും ലാലേട്ടനായ പ്രിയപ്പെട്ട മോഹൻലാലിന് അഭിനന്ദനങ്ങൾ അദ്ദേഹം കുറിച്ചു.